നമ്മൾ ഈ കൂടിൽ നിന്ന് തേനീച്ചയെ പിരിച്ചൊരു പെട്ടിയിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇതൊരു ചെടിക്കൂടല്ലേ? ചെടി നമ്മൾ പൊക്കുന്ന ഒന്നോട് പൊത്തി പോകുന്നതാണ്. പൊക്കിക്കോ. കിട്ടൂ. കണ്ടോ, അടിപൊളി കൂടാ, അടിപൊളി കൂടാ, ചെവിക്കാത്തില്ല. അടിപൊളി കൂടാണ്. തേൻ ഇഷ്ടം പോലെ ഉണ്ട്. ആ, ഇതിൽ കൂടെ വിട്ട് നോക്കെ അതൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ കിട്ടണം. മുട്ട ഇതെല്ലാം ഇത് പിടിച്ചാൽ വോയിസ് പിന്നെ കയറ്റാം. ഇത് സൂം ഔട്ട് ചെയ്ത് ആണ് സുമ്മ. ഇറുക്കില് കിട്ടി, ഇറുക്കില്. തേനീച്ചയിലെ റാണിയെ കാണിക്കാൻ പോണു. റാണി, ആ ഇതാണ് റാണി. അത് അങ്ങോട്ട് എടുത്ത് കാണിക്കാം. അങ്ങോട്ട് എടുക്കണം. കുഴപ്പമില്ല. ഒക്കെ വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മെഴുകൊക്കെ പുരട്ടി സൈഡിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി ഇനി ഏറ്റവും മുകളിൽ നമ്മൾ തേനോട് വെക്കുന്നു. അല്പം തേനോട് വെക്കുന്നു. ഇനി മുകളിലത്തെ നിലയിലാണ് നമ്മൾ തേൻ വെക്കുന്നത്. ഇനി അത് ഒട്ടിക്കാൻ പോവുകയാണ്. പിന്നെ ഇനിയിപ്പം പഴയ സ്ഥലത്തേക്ക് തന്നെ വെക്കുന്നു. തേനീച്ച കൂടെ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മൾ വെക്കുന്നു. നിങ്ങൾ ഈച്ചകൾ കയറുകയുള്ളൂ. അല്ലെങ്കിൽ ഈ തേനീച്ച എല്ലാം ഇതിൻ്റെ അകത്തോട്ട് കയറണം. ഈ പുതിയ കൂട്ടിലേക്ക് കയറണം. ഇതിൻ്റെ തേനൂടെ എടുത്ത ശേഷം നമ്മൾ ഈ പുതിയ കൂട് വെക്കാവോ, പുതിയ കൂട് ഇവിടെ വെക്കും നമ്മൾ. ആ പുതിയ കൂടിൻ്റെ അരിയിൽ തന്നെ നമ്മൾ ഇച്ചിരി തേൻമെഴു കൂടെ വെക്കണം. അത് ശരിയാ. ഓക്കെ, ഇപ്പോൾ ഓക്കെയാണ്. ഈ തേനീച്ചകൾ ഇതിനകത്ത് കയറിക്കോളും. ഈ കോയിലിൻ്റെ കൂടെ കയറിക്കോളും. ആദ്യത്തെ ഒരെണ്ണം കൂടെ പിടിക്കാൻ പോവുകയാണ്. അതും ഇതുപോലെ പൂച്ചെടിയിൽ പൂച്ചെടി സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത്. അത് കംഫർട്ടബിളായ സ്ഥലമാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് അവനോട് പൊക്കിയെടുക്കാൻ പോകണം ഞങ്ങൾ. ഇത് കണ്ടോ, ഉണ്ടോ തേനീച്ചകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രെയിം അടിയിലോട്ട് മെഴുക് പിടിക്കുന്നുണ്ട്, പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് സൂപ്പറാണ്. അതിനകത്തേക്ക് എടുത്ത്